ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് അറിയുന്നത് പോലെ കേരളത്തിൽ ഉണ്ടാകുന്ന ചില പുതിയ അക്രമ രീതികളുണ്ട്. ഇന്ന് ലഭിക്കുന്ന ഒരു വാർത്ത നിങ്ങളത് ഞാൻ കാണിക്കാം. അതിൽ ഒരു ഓടുന്ന ബസ്, അതിൽ ഡ്രൈവർ ഡ്രൈവ് ചെയ്തു പോകുന്നു. അപ്പോൾ ഒരാൾ ഹെൽമെറ്റ് വെച്ച് തലക്കടിക്കുന്നു. ഡ്രൈവർ ഒന്നും അറിയാത്ത പോലെ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അക്രമം പോകുന്ന വഴിയെ പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. CPI എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ 7 നേതാക്കൾ കുറ്റക്കാരാണെന്ന് CPI കണ്ടെത്തി. ഇവർ സത്യവിരുദ്ധമായ വാർത്ത പ്രചരിപ്പിക്കുകയും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയും ചെയ്തെന്നാണ് കണ്ടെത്തൽ. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് CPI ജില്ലാ കൗൺസിൽ അംഗീകരിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി തിരുവനന്തപുരം R ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ആരൊക്കെയാണ് കുറ്റാരോപിതർ? എന്താണ് അവർ ചെയ്ത കുറ്റം? SKN പി രാജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നേരത്തെ അച്ചടക്ക നടപടിക്ക് വിധേയനായ പി രാജുവിൻ്റെ നടപടി പിൻവലിക്കണമെന്ന് കൺട്രോൾ കമ്മീഷൻ നിർദ്ദേശിച്ചെങ്കിലും അതിന് നേതൃത്വം കൂട്ടാക്കിയില്ലെന്ന പ്രചരണമാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൻ്റെ അടിസ്ഥാനം. മാത്രമല്ല, ഇത് വാസ്തവവിരുദ്ധമായ കാര്യമായിരുന്നു. ഇത് തെറ്റായി പ്രചരിപ്പിച്ചു. ഇതിൽ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നു. ഇതേപ്പറ്റിയാണ് CPIയുടെ ജില്ലാ നേതൃത്വം നിയോഗിച്ച 3-അംഗ കമ്മീഷൻ അന്വേഷിച്ചത്. ഈ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കൗൺസിലും ചർച്ച ചെയ്തു. ഈ ജില്ലാ കൗൺസിൽ ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിച്ചു. അസത്യമായ വാർത്ത പ്രചരിപ്പിക്കുകയും ഒപ്പം തന്നെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തതിൽ 7 പേരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. അക്കാര്യത്തിൽ ജില്ലാ കൗൺസിൽ അംഗങ്ങൾ അടക്കം ഉള്ള ആളുകളുണ്ട്. പേര് വിവരങ്ങൾ ഇതുവരെ പാർട്ടി നേതൃത്വം പുറത്തുവിടുന്നില്ല. എന്നാൽ ഈ 7 പേരെ കുറ്റക്കാരാണെന്നുള്ള അന്വേഷണ കമ്മീഷൻ കണ്ടെത്തൽ ജില്ലാ കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ സമ്മേളന കാലമായതിനാൽ നടപടി തൽക്കാലം മാറ്റിവെക്കുന്നുവെന്നാണ് ജില്ലാ കൗൺസിൽ തീരുമാനം. സംസ്ഥാന നേതൃത്വം കൂടി പങ്കെടുത്തുകൊണ്ട് പിന്നീട് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് ജില്ലാ കൗൺസിൽ ചേർന്ന് നടപടി തീരുമാനിക്കും. ഈ 7 പേരും K ഇസ്മയിലിനെയും മറ്റും അനുകൂലിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരാണ്. അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് CPI ജില്ലാ നേതൃത്വം പറയുന്നത്. ഇത് ഔദ്യോഗികമായി കുറ്റാരോപണം പുറത്തു വന്നു കഴിഞ്ഞോ? എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ്? SKN ഇന്ന് CPIയുടെ എറണാകുളം ജില്ലാ കൗൺസിൽ ചേർന്ന ഈ അന്വേഷണ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്തു. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കുറ്റകരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പി രാജുവിൻ്റെ മൃതദേഹം ജില്ലാ കൗൺസിൽ ഓഫീസ്, അദ്ദേഹം മുൻ ജില്ലാ സെക്രട്ടറിയാണ് അവിടുത്തെ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം അന്തിമോപചാരം അർപ്പിക്കാനായി ജില്ലാ കൗൺസിൽ ഓഫീസിൽ കൊണ്ടുവരുന്നതിനോട് വീട്ടുകാർ വിസമ്മതിച്ചു. വീട്ടുകാർ അതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല. അതൊരു വിഭാഗം നേതാക്കൾ, പാർട്ടി നേതാക്കൾ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് നടക്കുമ്പോൾ ആക്ഷേപങ്ങൾ ഉയർത്തുന്നു. ഇത്തരം ആക്ഷേപങ്ങളിലെ ഒക്കെ ഒരു എരിവ് പകർന്നത് K ഇസ്മയിലിൻ്റെ അന്നത്തെ പരസ്യ പ്രതികരണമായിരുന്നു. എന്തായാലും ഇതെല്ലാം കൂടി ചേർന്ന കാര്യങ്ങളാണ് പാർട്ടി അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചത്. ഈ അന്വേഷണ കമ്മീഷനാണ് 7 പേരെ കുറ്റക്കാരായി കണ്ടെത്തി. ഇത് 7 പേരും ഇസ്മയിൽ അനുകൂല പക്ഷക്കാരാണ്. ശരിക്കും ഇതിനകത്ത് ഈ CPIയിലെ ചില ഗ്രൂപ്പ് ഫ്രാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വഴക്കുമായി ബന്ധപ്പെട്ട പ്രതിഫലനം ഇതിനകത്തുണ്ടോ? SKN തീർച്ചയായും കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ പി രാജുവിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ആരോപണങ്ങളടക്കം ഉയർന്നു വന്നത്. 5 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേടാണ് രാജുവിനെതിരെ കണ്ടെത്തുകയും പിന്നീട് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. ഇതൊക്കെ പാർട്ടിക്കകത്തെ വിഭാഗീയതയുടെ അടയാളമാണ് എന്ന തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. എന്തായാലും ഇപ്പോഴും പാർട്ടിക്കകത്ത് ചേരിതിരിവിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമായി ആയിട്ട് തന്നെയാണ് ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ വിഭാഗീയത തളം കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയിൽ പുറത്തു വന്നതാണോ ഈ ആരോപണ റിപ്പോർട്ടും അതുപോലെ ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്നാണോ പ്രധാനപ്പെട്ട ആരോപണം? SKN ഈ പി രാജുവിൻ്റെ നിര്യാണം സംഭവിച്ചത് അദ്ദേഹത്തിന് അർബുദ രോഗബാധിതനായാണ് മരിച്ചത്. എന്നാൽ ഈ മരിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പാർട്ടി ജില്ലാ കൗൺസിൽ ഓഫീസിൽ പൊതുദർശനത്തിൽ വെക്കാൻ നേതൃത്വം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ബന്ധുക്കൾ അത് ഇടപെട്ട് തടയുകയായിരുന്നു. ഇതിന് കാരണമായി ഒരു വിഭാഗം പാർട്ടി നേതാക്കൾ പ്രചരിപ്പിച്ചത് പി രാജുവിനെ അച്ചടക്ക നടപടി ലഘൂകരിച്ച് അദ്ദേഹത്തെ ഉയർന്ന ഘടകങ്ങളിലേക്ക് തിരിച്ചെടുക്കാനുള്ള ശുപാർശ കൺട്രോൾ കമ്മീഷൻ നൽകിയിരുന്നെങ്കിലും അതിനെ ഇപ്പോഴത്തെ ജില്ലാ നേതൃത്വം കൂട്ടാക്കിയില്ല എന്ന കാര്യം പ്രചരിപ്പിച്ചു. ഇത് തെറ്റായ
കാര്യമാണ്. നടപടി ലഘൂകരിക്കണം എന്ന തരത്തിലുള്ളൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല എന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം പറയുന്നത്. ഇത്തരത്തിൽ ഇതിനിടയ്ക്കാണ് കെ ഇസ്മയിൽ പാർട്ടി പി രാജുവിനോട് നീതി കാട്ടിയിട്ടില്ല എന്ന തരത്തിലുള്ളൊരു പ്രതികരണം നടത്തി. കെ ഇസ്മയിലെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള തീരുമാനത്തിലേക്ക് വന്നത്. അതിന് പിന്നാലെയാണ് എറണാകുളത്തിലെ നേതൃത്വത്തിലും ഇപ്പോൾ നടപടിക്കുള്ള കളമൊരുങ്ങിയത്. ആലുവയിലെ 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ധ്യയെ ഉടൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ആലുവ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കും വിരലടയാള പരിശോധനയ്ക്കും ശേഷമാണ് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. YS അഭിനന്ദ് വിവരങ്ങൾ ചെന്നു. YS അഭിനന്ദ്, അവരെ എങ്ങോട്ട് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അഭിനന്ദ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ആ കുഞ്ഞിൻ്റെ അമ്മയെ സന്ധ്യയെ എങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്? സന്ധ്യയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അല്പസമയം മുമ്പായിരുന്നു എത്തിച്ചിരുന്നത്. വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് എറണാകുളം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ അല്പസമയത്തിന് മുൻപ് എത്തിച്ചത്. റൂറൽ SP M ഹേമലത, ഒപ്പം തന്നെ പുത്തൻകുരിശ് DYSP നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി വീണ്ടും ഇവിടെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ അറസ്റ്റിന് ശേഷം 2ാം തവണയാണ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ റൂറൽ SP M ഹേമലത അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇപ്പോഴും അന്വേഷണവുമായിട്ട് നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് എന്നാണ് റൂറൽ SP M ഹേമലത വ്യക്തമാക്കിയത്. നാളെ മുതൽ ബന്ധുക്കളെ ചോദ്യം ചെയ്യുമെന്നും SP M ഹേമലത വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഓർക്കിഡ് കോർട്ട്യാർഡിലുള്ള മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് എറണാകുളം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും എത്തിച്ചിരുന്നു. ഡോക്യുമെന്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കുറേയധികം കാര്യങ്ങളിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അല്പസമയം മുൻപ് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിനു ശേഷം 2 മണിക്കൂർ വീണ്ടും വിശദമായി ചോദ്യം ചെയ്തു. നമുക്കറിയാം, പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പരാതി പോരുന്നത്. അതുകൊണ്ട് പുത്തൻകുരിശ് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ഈ സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തി റൂറൽ SPയുമായി സംസാരിച്ചതിനു ശേഷമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടിയിട്ട് സന്ധ്യയെ കൊണ്ടുപോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സന്ധ്യ കസ്റ്റഡിയിലേക്ക് വിളിച്ചു വരുത്തിയത്. സാധാരണ നിലയിൽ തന്നെയായിരുന്നു അവർ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചത്. ഇന്നലെ രാത്രി നന്നായി ഉറങ്ങി. ഇന്ന് രാവിലെ വീണ്ടും എഴുന്നേറ്റതിനു ശേഷം പോലീസിന്റെ എല്ലാ ചോദ്യങ്ങളോടും വ്യക്തമായ ഉത്തരം നൽകി. പക്ഷേ പോലീസ് ഇത്തരത്തിൽ പറയുന്ന കാര്യമെന്നത് കൊലപാതകത്തിന് പിന്നിൽ എന്താണെന്നുള്ളതിന്റെ മോട്ടീവ് ഇപ്പോഴും സന്ധ്യ നൽകുന്നില്ല. സന്ധ്യ പറയുന്ന മൊഴികളിനകത്ത് ഇപ്പോഴും വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. പ്രാഥമികമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ളത്. ബന്ധുക്കളെയും ഒപ്പം തന്നെ സന്ധ്യയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ഒക്കെ കൃത്യമായി ചോദ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനിയുള്ള ഒടുവിലെ എന്താണ് കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതിന്റെ കാര്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നും റൂറൽ SP വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും റൂറൽ SP M ഹേമലതയും കോടതിയിലേക്ക് പോയിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും സാധ്യത കൂടുതലുണ്ടാവുക. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഇനി റിമാൻഡിലേക്ക് കടക്കുകയാണോ എന്നുള്ള കാര്യത്തിന് അല്പസമയത്തിന് തന്നെ നമുക്ക് വ്യക്തത വരുത്തുവാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ഹേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ധ്യയുമായി മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. കൊലപാതകത്തിന് പിന്നിൽ എന്ത് എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും 30 കിലോമീറ്ററിനപ്പുറത്തേക്ക് പുത്തൻകുരിശ് തന്റെ വീട്ടിൽ ഇപ്പോൾ അന്തിയുറങ്ങുന്ന ഈ സമയത്ത്, കുട്ടി സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ച ഈ സമയത്ത് സ്വന്തം അമ്മയുടെ ആ ഒരു ക്രൂരതയിൽ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലേക്ക് എന്താണ് നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഇനി കോടതിയിൽ നിന്നായിരിക്കും നമുക്ക് അറിയുന്നത്. റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യത്തിന് ഇനി വ്യക്തത വരെ റിമാൻഡിലേക്കാണോ പോകുക, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ഇനി പോലീസ് കടക്കുമോ എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനും തന്നെയായിരിക്കും അതിൽ വ്യക്തത വരിക എന്നതുമാണ്. എന്തായാലും ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ സന്ധ്യയെ കൊണ്ടുപോയിരിക്കുകയാണ്. SKN IS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്ന എറണാകുളം തിരുവാങ്കുളത്തെ കല്യാണിക്ക് നൊമ്പരത്തോടെ നാട് വിട നൽകി. 100 കണക്കിന് ആളുകളാണ് കല്യാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ഇന്ന് വൈകുന്നേരം തിരുവാണിയൂർ പഞ്ചായത്ത് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം നടന്നത്. കല്യാണിയുടെ ഛേദനേറ്റ ശരീരം മറ്റക്കുഴിയിലെ വീട്ടിലെത്തിച്ചപ്പോൾ അവിടമൊരു സങ്കടക്കടലായി മാറി. കല്യാണിയെ അവസാനമായി കാണാൻ നാടൊന്നാകെ ഒഴുകിയെത്തി.
പിതാവിൻ്റെയും കല്യാണിയുടെ സഹോദരൻ്റെയും കരച്ചിലിൽ കണ്ടുനിന്നവരുടെ ഉള്ളുലഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അച്ഛൻ സുഭാഷിന്റെ വീട്ടിലാണ് കല്യാണിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. കല്യാണിക്ക് വിട നൽകാൻ അംഗൻവാടിയിലെ കൂട്ടുകാരും ടീച്ചർമാരും എത്തിയത് വൈകാരിക രംഗമായി. തിരുവാണിയൂരിലെ പൊതുശ്മശാനത്തിൽ വൈകിട്ട് 5-നായിരുന്നു സംസ്കാരം. കൊച്ചി. എറണാകുളം തിരുവാങ്കുളത്തെ 4 വയസ്സുകാരി കല്യാണിയുടെ കൊലപാതകത്തിൽ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കുഞ്ഞിനെ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണെന്ന് സന്ധ്യ പോലീസിനോട് സമ്മതിച്ചു. കൊലപാതക കാരണം ഇപ്പോഴും വ്യക്തമല്ല. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കല്യാണിയുടേത് മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. നാടിന്റെ കാത്തിരിപ്പുകൾ വിഫലമാക്കി പുലർച്ചെ 2:20 മൂഴിക്കുളത്ത് ചാലക്കുടി പുഴയിൽ കല്യാണിയുടെ മൃതദേഹം കണ്ടെടുത്തത്. കുഞ്ഞിനെ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞെന്ന് പോലീസിനോട് അമ്മ സന്ധ്യ സമ്മതിച്ചു. കൊലപാതക കുറ്റമാണ് സന്ധ്യക്കെതിരെ ചുമത്തിയത്. കൊലപാതക കാരണം വ്യക്തമല്ല. മോട്ടീവ് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോ നമ്മള് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അവര് അവിടെ പുഴയിൽ വിട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടി ഇല്ലാതെ വന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനി ഇതിൽ കുറച്ചും കൂടി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ബാക്കി ആരെങ്കിലും അവിടുത്തെ ഐ വിറ്റ്നസ്സുകൾ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ കണ്ടെത്താനുണ്ട്. സോ നമ്മൾ തെളിവുകൾ കണ്ടെത്തുകൊണ്ടിരിക്കുകയാണ്. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സന്ധ്യയെ ചോദ്യം ചെയ്തു. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന വാദം സന്ധ്യയുടെ കുടുംബം തള്ളി. സന്ധ്യയെ താൻ മർദ്ദിച്ചെന്ന ആരോപണം ഭർത്താവ് സുഭാഷ് നിഷേധിച്ചു. 1 മാസമായിട്ട് ഞാനിവിടെ ഇല്ല. ഞാൻ പിന്നെ ഈ അച്ഛനായതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് എൻ്റെ മൂത്ത മോനാണ് ഇരിക്കുന്നത്. ഇവിടെയുള്ള ഏതെങ്കിലും പിള്ളേരോടോ അല്ലെങ്കിൽ ഇത്രയും അടുത്ത ആൾക്കാരോടൊപ്പില്ലേ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. കല്യാണിയുടേത് മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. സമീപകാലത്ത് ഇത്തരം അക്രമങ്ങളും കൊലപാതകങ്ങളും കൂടുന്നത് വിശദമായി പരിശോധിക്കേണ്ടതാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. 24 കൊച്ചി. എന്തായാലും കല്യാണി വലിയൊരു നമ്പരമായി നാട്ടുകാരുടെ മനസ്സിൽ അവശേഷിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ വീടുകൾ തകർന്നുപോയി. കാസർഗോഡ്, കാഞ്ഞങ്ങാട്ട് മഴയെ തുടർന്ന് ദേശീയപാതയുടെ സർവീസ് റോഡും തകർന്നു. കണ്ണൂർ മട്ടന്നൂരിൽ ഇടിമിന്നലേറ്റ് വീടിന്റെ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. വടക്കൻ ജില്ലകളിൽ ഇന്നലെ മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. കാസർഗോഡ്, കാഞ്ഞങ്ങാട് മഴയെ തുടർന്ന് ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു. കണ്ണൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന തളിപ്പറമ്പ് കുപ്പത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളുടെ അടുക്കളയിലടക്കം ചെളി നിറഞ്ഞു. ഈ മണ്ണ് ഗ്യാപ്പ് ഉണ്ടാ അവിടെ ഉണ്ടായ മണ്ണുകൾ കംപ്ലീറ്റ് താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. ഏകദേശം ഇവിടെ രോഗികൾ താമസിക്കുന്നുണ്ട്, കുറെ പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ ഏകദേശം 100-ൽ മുകളിൽ കുടുംബക്കാർ താമസിക്കുന്ന ഏരിയ. അപ്പോൾ ഏത് സമയത്തും എന്ത് സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇത് പോകുന്നത്. ഈ കാണുന്ന ഈ കെട്ട് കണ്ട ഇതൊന്നും ഒരിക്കലും ഒരു സേഫ് ആയിട്ട് കാണും. നിങ്ങൾക്ക് ഈ മുകളിൽ നിന്ന് ഈ ദൃശ്യം മുകളിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ സേഫ് എത്രമാത്രം ഉണ്ട് ഈ കോൺക്രീറ്റിന്റെ. കണ്ണൂർ കൊയ്യത്ത് വീടിന് മുകളിൽ മരം വീണു. പാറക്കാടിയിലെ മണികണ്ഠന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വാഹനഗതാഗതം തടസ്സപ്പെട്ടു. മട്ടന്നൂരിൽ ഇടിമിന്നലേറ്റ് വീടിന് നാശനഷ്ടം സംഭവിച്ചു. ബാവോട്ടുപാറയിലെ കൃഷ്ണമുരളിയുടെ വീടിന്റെ വയറിംഗാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തകരാറിലായി. വീടിന്റെ ചുമരിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കോട്ടൂളിയിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. കോട്ടൂളി കടംകുന്നത്ത് വത്സലയുടെ വീടിന് മുകളിലേക്കാണ് മതിലിടിഞ്ഞു വീണത്. വീട് ഭാഗികമായി തകർന്നെങ്കിലും ആളപായമുണ്ടായിട്ടില്ല. അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി. പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു. ചുരത്തിലെ 8-ാം വളവിനും 9-ാം വളവിനുമിടയിലാണ് മണ്ണിടിഞ്ഞത്. പാറയും മരങ്ങളും റോഡിൽ പതിച്ചതോടെ മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിന്റെ ഒരു വശം ഗതാഗതം തടസ്സപ്പെട്ടു. 24 തിരുവനന്തപുരം. ശ്രീകല അനീഷ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. താഴോട്ട് വീഴുമ്പോഴും ആ കുഞ്ഞ് അമ്മയെന്നായിരിക്കില്ലേ വിളിച്ചത്? ആർക്കറിയാം.
ശക്തമായ തിരമാലയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് കോഴിക്കോട് മത്സ്യത്തൊഴിലാളി മരിച്ചു. ഗാന്ധി റോഡ് സ്വദേശി അംസക്കോയാണ് മരിച്ചത്. കൊയിലാണ്ടിയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയി കടലിൽ കുടുങ്ങിയ 30 തൊഴിലാളികളെ മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയാണ് കുഞ്ഞാലിമരക്കാർ എന്ന വള്ളം അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരമാലയിൽ വള്ളം മറിയുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികൾ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വള്ളത്തിലുണ്ടായിരുന്ന 3 പേരെ മത്സ്യത്തൊഴിലാളികൾ കരക്കെത്തിച്ചെങ്കിലും ഗാന്ധി റോഡ് സ്വദേശി അംസക്കോയെ രക്ഷിക്കാനായില്ല. തോപ്പിൽ സ്വദേശികളായ ഷമീർ, അഷ്റഫ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. കൊയിലാണ്ടി ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ആലിലക്കണ്ണൻ എന്ന ബോട്ടാണ് കടലിൽ കുടുങ്ങിയത്. യന്ത്രത്തകരാറിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമാകുകയായിരുന്നു. ബേപ്പൂർ ഫിഷറി സ്റ്റേഷനിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊയിലാണ്ടി മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബോട്ടിലുണ്ടായിരുന്ന 30 തൊഴിലാളികളെയും കരക്കെത്തിച്ചു. പോലീസ് ബോട്ട് ഉപയോഗിച്ചാണ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം രക്ഷാപ്രവർത്തനം നടത്തിയത്. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മിഥില ബാലൻ തത്സമയം ചേരുകയാണ്. മിഥില, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കൂടുതൽ മഴ മുന്നറിയിപ്പുകൾ ഉണ്ടോ? SKN അതിതീവ്ര മഴയ്ക്കാണ് സംസ്ഥാനത്ത് മുന്നറിയിപ്പുള്ളത്. പ്രത്യേകിച്ച് 4 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മാത്രമല്ല റെഡ് അലേർട്ടുള്ള ജില്ലകളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ എടയ്ക്കൽ ഗുഹയിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുറുവ, കാന്തൻപാറ, പൂക്കോട്, കർലാട് കേന്ദ്രങ്ങളിലേക്കുള്ള ബോട്ടിംഗ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കോഴിക്കോട് അരിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് വരുന്ന സമയത്ത് ദുരന്ത നിവാരണ അതോറിറ്റി ഹോട്ട്സ്പോട്ടുകൾ തീരുമാനിക്കും. കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിൽ മലയോര മേഖലകൾ ഉൾപ്പെടെ 25ഓളം ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച്, അതായത് ഏതെങ്കിലും രീതിയിൽ അനിഷ്ട സംഭവമോ മണ്ണിടിച്ചിലോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് ആളുകളെ പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ അതിനാവശ്യമായ നടപടിക്രമങ്ങളും എല്ലാം തന്നെ നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട്. SKN. തൃശൂർ പാത്രമംഗലത്ത് ഒരു 15-കാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. കുന്നംകുളം ചെറുവത്തൂർ സുനോജിന്റെ മകൻ അദ്വൈതാണ് മരിച്ചത്. അദ്വൈതിന് 15 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആദൂരിലെ ബന്ധുവീട്ടിലെത്തിയ കുട്ടി ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കൂട്ടുകാരുമൊത്ത് പാടത്തേക്ക് പോയതാണ്. കുളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വെള്ളത്തിൽ താഴ്ന്നുപോയി. മറ്റു കുട്ടികൾ നാട്ടുകാരെ വിളിച്ചുകൂട്ടി. അരമണിക്കൂർ പരിശ്രമിച്ച് നാട്ടുകാർ കരക്ക് കയറ്റി. ഉടൻ 108 ആംബുലൻസിൽ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കഷ്ടമായിപ്പോയി. ആശങ്ക പടർത്തി നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വിള്ളൽ കണ്ടു. ഇന്നലെ മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിന് പിന്നാലെ ഇന്ന് ഈ പ്രദേശത്തിന് സമീപത്ത് തന്നെ നീളത്തിൽ വിള്ളലുകളുണ്ടായി. മഴയെ തുടർന്നാണിതെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. എന്നാൽ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന വിമർശനം ഉയരുകയാണ്. ഇന്നലെ മലപ്പുറം കൂരിയാട് ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു താഴ്ന്നതിന് പിന്നാലെയാണ് ദേശീയപാതയിൽ കൂടുതലെടുത്ത് വിള്ളൽ കണ്ടെത്തിയത്. കൂരിയാടിന് സമീപത്തുള്ള തലപ്പാറയിലാണ് മീറ്ററുകളോളം നീളത്തിൽ വിള്ളൽ. സംഭവത്തെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. ഭൂമി നെടുകെ പിളർന്നിരിക്കുകയാണ്. ഇവിടെ ഗുജറാത്തിലെ കച്ചിലൊക്കെ ഭൂകമ്പം ഉണ്ടായതുപോലെ നെടുകെ പിളർന്നിരിക്കുകയാണ്. ഇന്നലെ അപകടമുണ്ടായ ആ അവസ്ഥയല്ല, ഇന്നലെ രാത്രി വീണ്ടും തകർന്നു. ഇനി ഇതാ നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ വൈ വൻമതിൽ ഇനിയും തകരാൻ പോവുകയാണ്. കൂരിയാട് ഇന്നലെ ദേശീയപാത ഇടിഞ്ഞ് അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാത എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി. കനത്ത മഴയിൽ അടിത്തറയിലുണ്ടായ സമ്മർദ്ദം കാരണം വയൽ വികസിച്ച് വിള്ളലുണ്ടായി മണ്ണ് തെന്നിമാറിയതാണ് അപകട കാരണമെന്ന് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. The wetland area is there which does not have the adequate bearing capacity to retain the load. So that part, where you can see the bulged out part. So that part due to the pressure, earthen pressure is bulged out
which created the cavity and the earth came down. 3-അംഗ സ്വതന്ത്ര വിദഗ്ധ സമിതിയെയാണ് അന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. നാളെ സംഘം സ്ഥലം സന്ദർശിച്ച റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും വിമർശനവുമായി രംഗത്തെത്തി. 4-ാം വാർഷികത്തിൽ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നാഷണൽ ഹൈവേ കൊണ്ടുവന്നെന്നുള്ളതാണ്. 4-ാം വാർഷികത്തിൻ്റെ തൊട്ട് തലേന്ന് നാഷണൽ ഹൈവേ മലപ്പുറം ജില്ലയിലെ കൂരിയാടി ഇടിഞ്ഞു വീണു. ഇപ്പോൾ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരുമില്ല ഇതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ. ഹൈവേ പണിതു എന്നതിൻ്റെ പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല. പരാതി പറയുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണ് കരാർ കമ്പനിയെന്ന് PT ബൽറാം 24-നോട് പ്രതികരിച്ചു. കൂരിയാടിന് പിന്നാലെ തലപ്പാറയിലും വിള്ളൽ രൂപപ്പെട്ടത് ആശങ്കയ്ക്കിടയാക്കിയിരിക്കുകയാണ്. 24 മലപ്പുറം. തിരുവനന്തപുരത്തെ കൊഴുപ്പ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയിലെ പിഴവ് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇക്കാര്യം അന്വേഷിക്കേണ്ടത്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിൻ്റെതാണ് ഈ ഉത്തരവ്. റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കണം. ആശുപത്രിക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം ലൈസൻസ് ഉണ്ടോ എന്നും പരിശോധിക്കണം. ആശുപത്രിയുടെ ഉടമസ്ഥൻ ആരെന്നും അവരുടെ പങ്ക് അന്വേഷിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിലുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുന്നു. ഉമേഷ്, പറയൂ. ഇതിൽ വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതിയിൽ കഴമ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമായിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിക്കാൻ നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ അല്ല പുതിയ ഉത്തരവ് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അത് ആദ്യം ഈ ചികിത്സയിൽ ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടോ, ക്ലിനിക്കലി വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അതിനുവേണ്ടി DHSനോട് വിദഗ്ധ ഉപദേശം തേടണം. ആവശ്യമെങ്കിൽ DHS അതിനൊരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അത് കൂടാതെയുള്ള നിർദ്ദേശങ്ങളാണ് ഏറ്റവും സുപ്രധാനം. ഈ ആശുപത്രിക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം ഇത്തരത്തിൽ പരിശോധന നടത്താനും ശസ്ത്രക്രിയ നടത്താനുമുള്ള അനുമതി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഈ ആശുപത്രിയുടെ ഉടമകൾ ആര് എന്ന് പരിശോധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന മൊഴികൾ, അത് സാക്ഷികളുടെ മൊഴികളാകട്ടെ, ഈ പരാതിക്കാരൻ്റെ മൊഴിയാകട്ടെ, ഒപ്പം ഈ ഡോക്ടറുടെ മൊഴിയാകട്ടെ, ഈ മൊഴികളെല്ലാം വിശദമായി തന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ സമർപ്പിക്കണം. 1 മാസം മാത്രമാണ് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയപരിധി നൽകിയിരിക്കുന്നത്. എന്തായാലും വിശദമായി തന്നെ വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും തുടർ നടപടി മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും സൂചന നൽകുന്നതാണ് റിപ്പോർട്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഉമേഷ് ബാലകൃഷ്ണൻ തന്നെ മറ്റൊരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മെയ് മാസത്തെ പെൻഷനൊപ്പം 1 മാസത്തെ കുടിശ്ശിക കൂടി അനുവദിക്കാൻ തീരുമാനിച്ചു. ക്ഷേമ പെൻഷൻ തുകയാണ് 194 കോടി രൂപ ഇതിനായി അനുവദിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. ധനവകുപ്പ് ഇത് പ്രമാണിച്ചുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ആശ്വാസകരമായ കാര്യമാണ്. പെൻഷനൊപ്പം ഈ 194 കോടി രൂപയുടെ ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു എന്നുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഭൂപതിവ് ചട്ടം 23-ാം തീയതി അന്തിമമായി വരും. റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ചട്ട ഭേദഗതിക്ക് അംഗീകാരം നൽകാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. പതിച്ചു നൽകിയ ഭൂമിയിലെ അനധികൃത നിർമ്മാണങ്ങൾ ക്രമവൽക്കരിച്ച് നൽകുന്നതാണ് ഈ ചട്ടം. പട്ടയത്തിന് വിരുദ്ധമായി നിർമ്മിച്ച വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്ക് പിഴ ഈടാക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി R. ശ്രീജിത്ത് വീണ്ടും പ്രൈം ടൈമിൽ ചേരുന്നു. ശ്രീജിത്ത്, എന്തായാലും ഇത് വൈകാതെ തന്നെ അന്തിമമാകുന്നു എന്നുള്ള കാര്യം അറിയുന്നു അല്ലേ? ഏറെക്കാലമായി ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിലാണ് സർക്കാരിൻ്റെ തീരുമാനം വരുന്നത്. 1 വർഷം മുമ്പാണ് ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് സർക്കാർ നിയമം പാസ്സാക്കിയത്. എന്നാൽ നിയമം പാസ്സാക്കി 1 കൊല്ലമാകുമ്പോഴും ചട്ടഭേദഗതി വന്നിരുന്നില്ല. ചട്ടം പ്രാബല്യത്തിൽ വരാതെ നിയമനിർമ്മാണത്തിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യമായിരുന്നു. റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ചട്ടം വിവിധ ചർച്ചകൾ കഴിഞ്ഞ് ഇപ്പോൾ അന്തിമ രൂപമായി. ഈ മാസം 23-ന്, അതായത് വരുന്ന വെള്ളിയാഴ്ച ഈ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ വെച്ച് ചട്ടഭേദഗതിക്ക് അന്തിമ അംഗീകാരമാകും. ഇതോടുകൂടി ചട്ടം പ്രാബല്യത്തിൽ വരുന്ന തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ഒടുവിൽ ഈ നിയമനിർമ്മാണം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇടുക്കിയിലെ കർഷകർക്ക് പ്രത്യേകിച്ച് വലിയ ആശ്വാസകരമാണ്. പട്ടയം, അതായത് കൃഷി ആവശ്യങ്ങൾക്കും മറ്റ് വീട് നിർമ്മാണത്തിനുമായി പതിച്ചു നൽകിയ ഭൂമിയിൽ വാണിജ്യ ആവശ്യങ്ങൾക്കും മറ്റുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചത് നേരത്തെ സർക്കാർ നോട്ടീസ് നൽകി അവരെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ അനധികൃത നിർമ്മാണങ്ങളെല്ലാം ക്രമവൽക്കരിച്ച് നൽകാനുള്ള തീരുമാനമാണ് ഈ നിയമനിർമ്മാണത്തിലൂടെയും ചട്ടഭേദഗതിയിലൂടെയും പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. താങ്ക് യു R. ശ്രീജിത്ത്. ഈ ക്ഷേമ പെൻഷൻ അനുവദിക്കാനുള്ള തീരുമാനം വന്നത് പൊതുവിപണിയിൽ നിന്ന് സർക്കാരിന് 2000 കോടി രൂപ വായ്പ ലഭിച്ച പശ്ചാത്തലത്തിലാണ്. ഈ പെൻഷൻ വിതരണം ഈ 24-ാം തീയതി ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ജൂൺ 5-നകം ഇതിൻ്റെ വിതരണം പൂർത്തിയാക്കുകയും വേണം.
രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ ഭരണ നേട്ടങ്ങൾ മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞു. UDF കാലത്ത് വഴിമുട്ടിയ പദ്ധതികൾ LDFന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമായി. വികസനത്തിൽ പ്രതിപക്ഷം ഒപ്പം നിന്നില്ലെന്നും അർഹതപ്പെട്ടത് തരാതെ കേന്ദ്രം ഞെരുക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സർക്കാരിന്റെ വാർഷികം പക്ഷേ കരിദിനമായി UDF ആചരിച്ചു. സംസ്ഥാനത്ത് സർക്കാരുണ്ടോ എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചത്. വികസനത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും 9 വർഷങ്ങളാണ് കടന്നുപോയതെന്ന് 2016 മുതലുള്ള ഭരണനേട്ടങ്ങൾ നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ അപ്രത്യക്ഷമായെന്നും വെല്ലുവിളിച്ചവർ നിശബ്ദരായെന്നും മുഖ്യമന്ത്രി. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ നടപ്പിലാക്കി. നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് കുറച്ച് ചുവടുവെപ്പുകളോടെയാണ് നാം മുന്നേറുന്നത്. നവകേരളം എന്നത് അവ്യക്തമായതോ അതിശയോക്തിപരമായതോ ആയ ഒരു സങ്കല്പമല്ല. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള സുവ്യക്തമായ കാഴ്ചപ്പാടാണ്. UDF കാലത്ത് വഴിമുട്ടി നിന്ന ഒട്ടേറെ പദ്ധതികൾ LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമായി. വികസനത്തിൽ ഒപ്പം നിന്നില്ലെന്ന് പ്രതിപക്ഷത്തിന് വിമർശനം. അർഹമായ പലതും തടഞ്ഞ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുകയാണെന്നും മുഖ്യമന്ത്രി. സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ സഹായകമായ നിലപാടല്ല പ്രതിപക്ഷം പൊതുവെ സ്വീകരിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു വേണ്ടത്. ആ ഘട്ടത്തിലൊന്നും അതിനവർ തയ്യാറായില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. തിരഞ്ഞെടുപ്പല്ല ഇപ്പോൾ പ്രധാനമെന്നായിരുന്നു തുടർഭരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. സർക്കാരിന്റെ വാർഷിക ദിനം UDF കരിദിനമായി ആചരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കരിങ്കൊടിയുമായി പാലക്കാട് പ്രതിഷേധ മാർച്ച് നടത്തി. സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. സർക്കാരുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ജനങ്ങൾക്കില്ല. വെള്ളിയാഴ്ച തിരുവനന്തപുരത്താണ് വാർഷികാഘോഷ സമാപനം. ചടങ്ങിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. 24 കോഴിക്കോട്. വിനി ബാബുവിൻ്റെ ഒരു ചോദ്യം, ഈ താക്കോൽദാന ചടങ്ങിൽ വെച്ച് MA യൂസഫ് അലി പറഞ്ഞത് ഈ 2 ലക്ഷം രൂപ അവർക്ക് കൊടുക്കുന്നത് വീട്ടിലേക്കുള്ള ഫർണിച്ചർ വാങ്ങാൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. 2 ലക്ഷം രൂപ സാധനങ്ങൾ വാങ്ങാൻ കൊടുക്കുന്നു എന്നാണ് ശ്രീ MA യൂസഫ് അലി ചടങ്ങിൽ പറഞ്ഞത്. ഈ 4 വീട്ടുകാർക്കും അവർക്ക് സാധനം വാങ്ങിച്ചിടാം, ഫർണിച്ചർ വാങ്ങിച്ചിടാം, വീട്ടിൽ വേറെ എന്തെങ്കിലും പലചരക്ക് സാധനങ്ങളോ അരിയോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. അത് അവരുടെ സ്വാതന്ത്ര്യം. മറ്റൊരു വാർത്തയിലേക്ക്. വിവാദ വിഷയങ്ങളിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. EDക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി ഇന്ന് ആവശ്യപ്പെട്ടു. വനംവകുപ്പിനെതിരെയുള്ള KU ജനീഷ് കുമാറിനെതിരെയുള്ള പ്രതിഷേധം ഇന്ന് മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. ED ഉദ്യോഗസ്ഥനെതിരെയുള്ള കോഴക്കേസിൽ ഇതാദ്യമായാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നേരത്തെ തന്നെ ആരോപണമുയർന്നെങ്കിലും ഇപ്പോഴാണ് പിടിക്കപ്പെട്ടത്. ഇത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമന്ത്രി ഇടപെടേണ്ടതായിട്ടുണ്ട്. അതേസമയം വനം വകുപ്പിനെതിരെ കോന്നി MLA KU ജനീഷ് കുമാർ നടത്തിയ പ്രതിഷേധം തള്ളുകയാണ് മുഖ്യമന്ത്രി. ആർക്കും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. അത് നിയമത്തിൻ്റെതായ വഴിക്ക് പോകണം. തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് യുവതിക്ക് നേരെയുണ്ടായ പോലീസ് അപമാനത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ. അത് സാധാരണ നിലക്ക് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിനകത്താണ് നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത്. ദേശീയപാതയിൽ ചിലയിടങ്ങളിലുണ്ടായ തകർച്ചയിൽ ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തി നടപടികൾ സ്വീകരിക്കും. ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ, അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ടതായിരുന്നു. കേന്ദ്രാനുമതിയില്ലാതെ കേരളയിൽ നടപ്പാക്കാനാകില്ല. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നടപ്പാക്കും. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ റെയിൽവേ എന്ന രംഗത്തേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ അതവിടെ കിടക്കുകയാണ്. ഇത് എല്ലാ കാലത്തും ഇങ്ങനെ നിൽക്കുമെന്നൊന്നും ആരും കാണേണ്ടതില്ല. അതേസമയം ആശാസമരത്തിൽ ഒത്തുതീർപ്പിനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 24 കോഴിക്കോട്. ഓഡിറ്റ് റിപ്പോർട്ട് വിവാദത്തിൽ വിശദീകരണവുമായി കളമശ്ശേരി നഗരസഭ രംഗത്ത് വന്നു. സർക്കാരിൻ്റെ കെ-സ്മാർട്ട് ആപ്പിലെ തകരാറാണ് ഈ വിവാദത്തിന് പിന്നിൽ. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങളോ പരിശീലനമോ നൽകാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സാങ്കേതിക പ്രശ്നം പരിഹരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുത്തില്ല. റിപ്പോർട്ട് നഗരസഭയെ അപമാനിക്കുന്നതും കൗൺസിലേഴ്സിനെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നും ഭരണപക്ഷം കുറ്റപ്പെടുത്തി. ഇതാണ് പുതിയ കെ-സ്മാർട്ട്. ഇന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് ട്രെയിനിങ് കൊടുത്ത് ജീവനക്കാരെ പഠിപ്പിക്കണം. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഇവർ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇന്ന മിസ്റ്റേക്ക് കണ്ടുപിടിക്കും, പോസ്റ്റ് കണ്ടുപിടിക്കാൻ കഴിയില്ല. 1.5 കൊല്ലമായിട്ട് ഇവിടെയല്ല എല്ലാ മുനിസിപ്പാലിറ്റിയിലും. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അഭിനന്ദ്,
പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. പറയൂ. 2023-24 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. തൃക്കാക്കര നഗരസഭയിലും ഓഡിറ്റ് റിപ്പോർട്ടിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണ് കളമശ്ശേരി നഗരസഭയിലും ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമക്കേട് കണ്ടെത്തിയത്. 2.03 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയില്ല എന്നായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ടിൽ നിർണായകമായ കണ്ടെത്തലുണ്ടായത്. ഇതിനകത്ത് SBT ബാങ്കിലേക്ക് ഉൾപ്പെടെയുള്ള ഫെഡറൽ ബാങ്കിലേക്ക് ഉൾപ്പെടെയുള്ള 2.03 കോടി രൂപയാണ് ക്രെഡിറ്റ് ആകാത്തതായിരുന്നു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ആദ്യഘട്ടത്തിലൊക്കെ ഈ ബില്ലുകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായ ഒരു വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലേക്ക് പണം ക്രെഡിറ്റ് ആകാത്തതിന് കാരണം എന്താണെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണവുമായി കളമശ്ശേരി നഗരസഭ രംഗത്തെത്തിയിരിക്കുന്നത്. കളമശ്ശേരി നഗരസഭ ചെയർപേഴ്സണൊപ്പം തന്നെ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗവും കളമശ്ശേരി നഗരസഭ കൌൺസിലറുമായിട്ടുള്ള ജമാൽ മണക്കാടൻ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തി തങ്ങളെ അപകീർത്തിപ്പെടുത്താനും കൌൺസിലറിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാനുമാണ് ഇത്തരത്തിലേക്കുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നത്. സംസ്ഥാന സർക്കാരിന്റെ കെ സ്മാർട്ട് ആപ്പ് കൃത്യമായി ഉപയോഗിക്കാത്തതാണ് ഇതിന് പിന്നിലുള്ള കാര്യമെന്നും ഉദ്യോഗസ്ഥർക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനം നൽകാത്തതുമാണ് ഇത്തരത്തിലേക്കുള്ള ഓഡിറ്റ് റിപ്പോർട്ട് വന്നതെന്നും ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമായും വ്യാജമാണെന്നും തങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള വിജിലൻസ് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നുമാണ് ഇപ്പോൾ കളമശ്ശേരി നഗരസഭ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ തൃക്കാക്കര നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരുന്നു. തൃക്കാക്കര നഗരസഭ പിന്നീട് ഒരു വിശദീകരണം അടക്കം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ കളമശ്ശേരി നഗരസഭയുടെ ഇത്തരത്തിലുള്ള വിശദീകരണം ഉണ്ടാകുന്നു. എന്തായാലും ഈ UDF ഭരിക്കുന്ന 2 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ, അഴിമതി ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ജനകീയ പ്രതിഷേധം അടക്കം സംഘടിപ്പിക്കാനാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറെന്ന് കളമശ്ശേരി നഗരസഭയും വ്യക്തമാക്കുന്നു. താങ്ക് യു YS അഭിനന്ദ്. അടുത്ത വാർത്തയിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിന്റെ പര്യടനത്തിന് നാളെ തുടക്കമാകും. ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ വാഗ അട്ടാരിയിൽ ബീറ്റിംഗ് റിട്രീറ്റ് പുനരാരംഭിച്ചു. ആകാശത്ത് കരുത്തറിയിച്ച പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് വ്യോമസേന. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും വിശദീകരിക്കുകയാണ് പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യം. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നടപടികളും സംഘം തുറന്നുകാട്ടും. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നാളെ യാത്ര തിരിക്കുന്നത്. UAE, ലൈബീരിയ, കോംഗോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തുക. ET മുഹമ്മദ് ബഷീർ, ബാൻസുരി സ്വരാജ് ഉൾപ്പെടെ സംഘത്തിൽ 7 അംഗങ്ങളാണുള്ളത്. നാളെ മുതൽ ഈ മാസം 31 വരെയാണ് ആദ്യ സംഘത്തിന്റെ സന്ദർശനം. ഈ മാസം 22-ന് അടുത്ത സംഘം ജപ്പാനിലേക്ക് യാത്ര തിരിക്കും. വിദേശ പര്യടനത്തിനുള്ള സംഘങ്ങളുടെ പ്രത്യേക യോഗം ഇന്ന് ചേർന്നു. യോഗത്തിൽ ഇന്ത്യയുടെ നയം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പോരാട്ട വീര്യവും കരുത്തും തെളിയിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വ്യോമസേന. റഫേൽ, തേജസ്, MiG-29, ആകാശ്, ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള പോർ വിമാനങ്ങളുടെ പ്രകടനവും വ്യോമ പ്രതിരോധ ശേഷിയും വീഡിയോയിൽ കാണാം. करे सो प्राण दे, जो मन करे सो प्राण ले, वही तो एक सर्वशक्तिमान है. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് വാഗ അട്ടാരി അതിർത്തിയിൽ നിർത്തിവെച്ച ബീറ്റിംഗ് റിട്രീറ്റ് വീണ്ടും ആരംഭിച്ചു. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ഗേറ്റുകൾ തുറക്കുകയോ പരസ്പരം ഹസ്തദാനം നൽകുകയോ ചെയ്യില്ല. പൊതുജനങ്ങൾക്ക് ചടങ്ങ് കാണാൻ അവസരമുണ്ടാകും. 24 ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ട് യുദ്ധമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. പഹൽഗാം ഭീകരാക്രമണം തടയാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല. സുരക്ഷാ പ്രശ്നം കാരണം കാശ്മീർ യാത്ര റദ്ദാക്കിയ പ്രധാനമന്ത്രി 26 സാധാരണക്കാരുടെ ജീവൻ രക്ഷിച്ചില്ലെന്നും ഖർഗെ കുറ്റപ്പെടുത്തുന്നു. അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ജനുവരി 17 നിശ്ചയിച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ കശ്മീർ സന്ദർശനം സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. എന്നാൽ സ്വന്തം സുരക്ഷ മാത്രം നോക്കിയ പ്രധാനമന്ത്രി വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച വരുത്തി. ഓപ്പറേഷൻ ಸಿಂಧೂರ್ ತಟ್ಟಿಕೂಟಿ ಯುದ್ಧವೆಂದು ಮಲ್ಲಿಕಾರ್ಜುನ್ ಖರ್ಗೆ ಪ್ರೋಗ್ರಾಮವನ್ನ ಕ್ಯಾನ್ಸಲ್ ಮಾಡುವಾಗ ನೀವು ಯಾಕೆ ಈ ಟೂರಿಸ್ಟ್ ಅನ್ನ ಪೊಲೀಸರ ಮುಖಾಂತರ ಯಾಕೆ ಹೇಳಲಿಲ್ಲ? ನೀವು ಹೋಗಬೇಡಿ, ಅಲ್ಲಿ ತೊಂದರೆ ಇದೆ ಅನ್ನತಕ್ಕಂತ ಮಾತು ನೀವು ಹೇಳಲಿಲ್ಲ. വെടിനിർത്തൽ കരാറിന് പിന്നിൽ തങ്ങളാണെന്ന് പ്രഖ്യാപിച്ച് അമേരിക്ക ഇന്ത്യയെ നാണം കെടുത്തി. നരേന്ദ്രമോദി അടിക്കടി വിദേശയാത്രകൾ നടത്തുന്നുണ്ടെങ്കിലും ഒരു രാജ്യവും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നില്ല. രാഷ്ട്രതലവന്മാരുമായുള്ള ഫോട്ടോ എടുക്കാനുള്ള യാത്രകൾ മാത്രമാണ് മോദി നടത്തുന്നതെന്നും ഖർഗെ കുറ്റപ്പെടുത്തി. 24 ചെന്നൈ.
പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ സൂര്യസജ്ജി ഒരു വാർത്ത തൃശ്ശൂർ നിന്ന് അറിയിക്കുന്നു. കുന്നംകുളം തൃശ്ശൂർ സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് കൽവെട്ട് തകർന്നു. നിർമ്മാണം നടക്കുന്ന തൃശ്ശൂർ കുറ്റിപ്പുറം പാതയിൽ ഇന്ന് രാത്രി 8:30 മണിയോടെയാണ് കൽവെട്ട് തകർന്നു പോയത്. ഇതുവഴി വന്ന ലോറി ഡ്രൈവറാണ് കൽവെട്ട് തകർന്ന കാഴ്ച കണ്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന പാതയുടെ പകുതി ഭാഗം പൊളിച്ചിട്ട നിലയിലാണ്. ഒരു വശത്തു നിന്ന് മാത്രം വാഹനങ്ങൾ കടത്തിവിട്ട് ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടയിലാണ് ഈ കൽവെട്ട് തകർന്നത്. ഇതോടെ കുന്നംകുളം കോഴിക്കോട് സംസ്ഥാന പാതയിലെ ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇരുഭാഗത്തു നിന്നുള്ള വാഹനങ്ങളും പോലീസ് ബാരിക്കേഡുകൾ വെച്ച് വഴിതിരിച്ചുവിടുന്നു. നിർമ്മാണം നടത്താനിരിക്കുന്ന ഭാഗമാണ് പൊളിഞ്ഞു വീണത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.